നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടുകയും മണിക്കൂറുകൾക്കകം പിടിക്കപ്പെടുകയും ചെയ്തു. ഇത് വലിയ വാർത്തയും വലിയ വാർത്താ ആഘോഷവുമായിരുന്നു. ഗോവിന്ദച്ചാമിയെ നാട്ടുകാരിലൊരാൾ കണ്ട് തിരിച്ചറിയുകയും അതേ തുടർന്ന് പോലീസിന് വിവരം നൽകുകയും അങ്ങനെയാണ് അയാൾ പിടിയിലായതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റ് ചില ചിത്രങ്ങളുണ്ട്. ഗോവിന്ദച്ചാമിക്കൊപ്പം 3 പേർ ജയിൽ ചാടാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു. ഇത് പോലീസിൻ്റെ ജയിൽ വിഭാഗത്തിൻ്റെ ജയിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. 3 പേർ കൂടി ആ സെല്ലുകളിൽ നിന്ന് ചാടാൻ തയ്യാറെടുത്തിരുന്നു. അവർ അതിനുള്ള കൃത്യമായ കരുക്കൾ നീക്കിയിരുന്നു. അവരുടെ ഒരു ഓപ്പറേഷനാണ്. കാരണം വെച്ചാൽ ആദ്യം ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഇവരുടെ പ്രേരണയാലാണ് ചാടിയതെന്നും എന്നാൽ ഗോവിന്ദച്ചാമിക്ക് പിന്നാലെ ഇവർക്ക് ചാടാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ടാണ് ഇവർ സെല്ലിൽ തന്നെ പെട്ടുപോയതെന്നുമാണ് ഇപ്പോൾ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഗോവിന്ദച്ചാമിയുടെ കൂടെ തന്നെ 3 പേർ ചാടാൻ അവിടെ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെയേറെ ദുർബലമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രിട്ടീഷുകാർ പണിയിച്ചതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. 11 ബ്ലോക്കുകളാണുള്ളത്. അതിൽ 10 എണ്ണം പഴയ ബ്ലോക്കുകളാണ്, ഒരെണ്ണം പുതിയ ബ്ലോക്ക്. 10ാമത്തെ ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്നത്. അതിൻ്റെ മേൽക്കൂര ഓടാണെന്നും പറയപ്പെടുന്നു. ഓട് പൊട്ടിയതിന് ശേഷം അത് ഷീറ്റിട്ട് മറച്ചിരിക്കുകയായിരുന്നു അത്രേ. മാത്രമല്ല കെട്ടിടങ്ങളെല്ലാം വളരെ ദുർബലമാണെന്നും ആർക്ക് വേണമെങ്കിലും തുരന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമെന്നും അതുകൊണ്ട് കെട്ടിടങ്ങൾ മാറ്റിപ്പണിയണമെന്നും ബലപ്പെടുത്തണമെന്നുമുള്ള പല റിപ്പോർട്ടുകളും സർക്കാർ സമർപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അക്കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വൈദ്യുത വേലി നാളുകളായി അവിടെ പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു ഇടിവെട്ടോ മറ്റോ കൊണ്ടതൊരു ഷോർട്ട് സർക്യൂട്ടോട് വൈദ്യുത വേലി ഇല്ലാതായതോടുകൂടി ഏതാണ്ട് മാസങ്ങളോളമായി അത് പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ് പഴയ ബ്ലോക്കുകളെല്ലാം തന്നെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. 10ാം ബ്ലോക്കിൽ കൊടും കുറ്റവാളികൾ താമസിപ്പിച്ച കാരണം ഗോവിന്ദച്ചാമി മാത്രമല്ല മറ്റ് പല കൊടും കുറ്റവാളികളും അവിടെയുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പ് റിപ്പർ ജയാനന്ദൻ ഒരു പ്രാവശ്യം ജയിൽ ചാടിയതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും റിപ്പർ ജയാനന്ദൻ ഒരിക്കൽ ജയിൽ ചാടുകയും ചെയ്തതാണ്. എന്നിട്ട് പോലും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ബലപ്പെടുത്താൻ സർക്കാർ തയ്യാറെടുത്തിരുന്നില്ല. റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ബലപ്പെടുത്തിയിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ രഹസ്യമായി പറയുന്നത്. കാരണം അന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ബലപ്പെടുത്താൻ സർക്കാരും ജയിൽ ഉദ്യോഗസ്ഥരും ശ്രമിച്ചില്ല. അതാണ് ഗോവിന്ദച്ചാമിക്ക് അപ്പുറത്തേക്ക് ചാടിപ്പോകാൻ പ്രയോജനകരമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 3 പേർ ഈ ഗോവിന്ദച്ചാമിയോടൊപ്പം ജയിൽ ചാടാൻ തയ്യാറായിരുന്നത്രേ. എന്നാൽ അവർ പെട്ടെന്ന് മാറുകയാണ് ചെയ്തത്. കാരണം ഗോവിന്ദച്ചാമിക്കൊപ്പം ജയിൽ ചാടിയാൽ ഒരുപക്ഷെ പിടിക്കപ്പെടും പെട്ടെന്ന് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. കാരണം ഇയാൾ അറിയപ്പെടുന്ന കുറ്റവാളിയാണ്, കേരളം മുഴുവൻ അറിയാം. അത്ര കുപ്രസിദ്ധമായ സൗമ്യ കൊലക്കേസിൽപ്പെട്ട കുറ്റവാളി. അദ്ദേഹം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ജയിൽ ചാടിയാൽ തങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണത്രേ ഈ 3 പേർ ജയിൽ ചാടാനിരുന്നത്. കാരണം അതല്ല എങ്കിൽ ഗോവിന്ദച്ചാമിക്കൊപ്പം അവർ ജയിൽ ചാടുകയും അവർ ഒരുപക്ഷെ പിടിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പിടിക്കപ്പെടുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് ഇവർ 3 പേരും ചാടാതിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല നിർബാധം ആ ജയിലിലെ അന്തേവാസികൾ ജയിലിൽ സഞ്ചരിക്കുകയും രാവിലെ അവർ ജയിലിന് ചുറ്റും പ്രഭാത സവാരി നടത്തുകയും വ്യായാമം ചെയ്യുകയും എല്ലാം ചെയ്യുന്നതെല്ലാം ജയിൽ മാനുവലിനും ജയിൽ ചട്ടങ്ങൾക്കും എതിരാണെങ്കിലും ഉദ്യോഗസ്ഥരൊന്നും കണ്ണു തുറന്ന് നോക്കാറില്ല, ആരും ഒന്നും മിണ്ടാറില്ല. അങ്ങനെ തടവുകാർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലെന്നാണ് അവിടെ ഇപ്പോഴുള്ള അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഗോവിന്ദച്ചാമിക്കൊപ്പം ജയിൽ ചാടാൻ ഒരുങ്ങിയിരുന്ന 3 തടവുകാർ ഏതാണെന്ന് ആഭ്യന്തര വകുപ്പിനും ജയിൽ വകുപ്പിനും മനസ്സിലായിട്ടുണ്ട്. അവരുടെ പേരുവിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.